ട്രംപിന് എന്ത് ഐക്യരാഷ്ട്ര സംഘടന, ട്രംപിന് എന്ത് മുന്നറിയിപ്പ്? ട്രംപ് 3 പ്രധാനപ്പെട്ട ആണവ കേന്ദ്രങ്ങളെയാണ് ആക്രമിച്ചിരിക്കുന്നത്. വിനീത കൂടി നമുക്കിപ്പം ചേരുന്നുണ്ട്. വിനീത, ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം വന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനം എന്നാണോ ഇറാൻ അതിനെ കണക്കാക്കുന്നത്? അതായത് ഇറാൻ ഒരു തിരിച്ചടിക്ക് ഒരുങ്ങുന്നുണ്ടോ, അതല്ല ഇറാൻ ഇത് ഒരു പൊതുവിഷയമായി അമേരിക്ക തങ്ങളുടെ മേൽ ചെയ്തത് ഒരു അന്യായമാണ് എന്ന നിലയിലേക്ക് അന്താരാഷ്ട്ര സമൂഹത്തോട് അഭ്യർത്ഥിക്കാനാണോ സാധ്യതയുള്ളത് നിലവിലത്തെ സാഹചര്യത്തിൽ? വിനീത. ഡോക്ടർ അരുൺകുമാർ, ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചിയുടേതായി വന്ന പ്രസ്താവനയാണ് നമുക്കിപ്പോൾ ഒരു ഔദ്യോഗികമായ ഇറാന്റെ പ്രതികരണമായി നമുക്ക് പറയാൻ കഴിയുന്നത്. എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളും ലംഘിച്ചിരിക്കുന്നു അമേരിക്ക എന്ന നിലയിൽ കടുപ്പിച്ചു തന്നെയാണ് ഇറാന്റെ പ്രതികരണം വരുന്നത്. ഇതിന് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും, കനത്ത തിരിച്ചടിക്കായി കാത്തിരിക്കൂ എന്നാണ് ഇറാൻ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകുന്നത്. ശക്തമായ തിരിച്ചടി നൽകുമെന്ന് വെല്ലുവിളിക്കുന്നുണ്ട് ഇറാൻ. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇസ്രായേലിൽ ഇപ്പോൾ ഇറാൻ ആക്രമണം നടത്തുന്നു എന്നുള്ളതാണ്. തുടർച്ചയായി ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. ടെൽഅവീവിൽ തുടർച്ചയായി സൈറനുകൾ മുഴങ്ങുന്നുമുണ്ട്. 2 ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി ഇസ്രായേൽ ഇപ്പോൾ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. അതായത് ഇറാൻ അമേരിക്കയ്ക്ക് നേരെ പെട്ടെന്നൊരു തിരിച്ചടി നൽകുക എന്നതിന് പകരം ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും 6 ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അമേരിക്ക ഈ ഫർദോ ആണവ നിലയം തകർത്തിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ കൂടിയാണ് പുറത്തു വരുന്നത്. ഇക്കാര്യങ്ങളിൽ അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറി ഒരു വിശദീകരണം, അല്ലെങ്കിൽ ഏത് രീതിയിലായിരുന്നു ഈ ഓപ്പറേഷൻ എന്ന കാര്യത്തിൽ കൃത്യമായ വിശദീകരണം നൽകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഇറാൻ ഇപ്പോൾ ഈ ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുന്ന നടപടികളിലേക്ക് നീങ്ങുന്നു എന്നുള്ള സൂചനകൾ കൂടി വരുന്നുണ്ട്. അത്തരം നിർദ്ദേശങ്ങൾ നൽകുന്നു എന്ന വിവരങ്ങൾ കൂടിയാണ് പുറത്തു വരുന്നത്. മാത്രമല്ല അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾക്ക് നേരെ ഹൂത്തി വിമതർ ആക്രമണം നടത്തിയേക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട്. ഹൂത്തി വിമതരുടെ ഭാഗത്തു നിന്ന് അത്തരത്തിൽ വലിയ മുന്നറിയിപ്പാണ് വരുന്നത്. ലെബനനിൽ നിന്നുള്ള ഒരു ആക്രമണവും ഇസ്രായേലിൽ പ്രതീക്ഷിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് ഇസ്രായേൽ ആക്രമണം നടത്തുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ കൂടിയാണ് വരുന്നത്. ഏതായാലും സംഘർഷം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. എല്ലാ മേഖലയിൽ നിന്നും ആക്രമണം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ അത് വലിയൊരു യുദ്ധം എന്ന നിലയിലേക്ക് തന്നെ പോകുന്നു. ഇനി ഇറാൻ ഏത് രീതിയിലാണ് അമേരിക്കയ്ക്ക് തിരിച്ചടി നൽകാൻ പോകുന്നത് എന്ന ചോദ്യമാണ് ബാക്കിയുള്ളത്. ഹോർമൂസ് കടലിടുക്ക് അടച്ചു കഴിഞ്ഞാൽ അത് ലോക വ്യാപാരത്തെ തന്നെ ബാധിക്കും, ചരക്ക് നീക്കത്തെ ബാധിക്കും. ക്രൂഡ് ഓയിൽ വില ഉയരുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നു. നിലവിൽ 9% ക്രൂഡ് ഓയിൽ വില ഉയർന്നിട്ടുണ്ട്. അത് എണ്ണവിലയെ കാര്യമായി ബാധിക്കും, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ബാധിക്കും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ സമാധാന നീക്കങ്ങളിലേക്ക് പോകണം എന്ന് ഐക്യരാഷ്ട്രസഭയും ആഹ്വാനം ചെയ്യുന്നു. ഇനി ചർച്ചയുടെ ടേബിളിലേക്ക് ഇറാൻ എത്തുമോ അതോ തിരിച്ചടിക്കുമോ എന്നാണ് അറിയാനുള്ളത്.